ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ നിശ്ചയം പോലെ നമ്മൾ 6-ാമത്തെ അധ്യായവും വിചാരം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അത് പാരായണം ചെയ്ത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള സമയമാണ്. നമുക്കത് പാരായണം ചെയ്ത് ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ സമർപ്പിക്കാം. ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ ആ പാദപത്മങ്ങളിൽ പൂജാപത്മങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ. അവിടുന്ന് സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി എന്തെങ്കിലും അവിവേകം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ ഭഗവാനെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്ത് സമർപ്പിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ഷഷ്ഠോധ്യായഃ. ശ്രീശുക ഉവാച. നന്ദഃ പഥിവചഃ ശൗരേർനം ഋഷേതി വിചിന്തയൻ ഹരിം ജഗാമ ശരണമുത്പാദാഗമശങ്കിതഃ. കംസേന പ്രഹിതാ ഘോരാ പൂതനാ ബാലഘാതിനി ശിശൂംശ്ചാര നിഘ്നന്തി പുരഗ്രാമവ്രജാദിഷു. ന യത്ര ശ്രവണാദീനി രക്ഷോഘ്നാനി സ്വകർമ്മസു കുർവന്തി സാത്വതാം ഭർത്തുർയാതുധാന്യശ്ച തത്ര ഹി. സാഖേചര്യേകദോപേത്യ പൂതനാനന്ദഗോകുലം യോഷിത്വാ മായയാത്മാനം പ്രാവിശത് കാമചാരിണി. താം കേശബന്ധവ്യതിഷിക്തമല്ലികാം ബൃഹന്നിദംബസ്തനകൃച്ഛ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണത്വിഷോലസത്കുന്തളമണ്ഡിതാനനാം. വൽകുസ്മിതാപാംഗവിസർഗവീക്ഷിതൈർമനോഹരന്തീം വനിതാം വ്രജൗകസാം. അമം സദാം ഭോജകരേണ രൂപിണീം ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. ബാലഗ്രഹസ്തത്ര വിചിൻവതി ശിശൂൻ യദൃച്ഛയാ നന്ദഗൃഹേ സദന്തകം. ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം ദദർശ തൽപേഗ്നിമിവാഹിതം ഭസീം. വിബുധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാസ നിമീലിതേ ക്ഷണഃ. അനന്തമാരോപയദംഗമന്തകം യഥോരകം സുപ്തമബുദ്ധിരജ്ജുധീഃ. താം തീക്ഷ്ണചിത്താമതിവാമചേഷ്ടിതാം വീക്ഷ്യാന്തരാ കോശപരിച്ഛദാസിവത്. വരസ്ത്രിയം തത്പ്രഭയാ ച ധർഷിതേ നിരീക്ഷമാണേ ജനനീ ഹ്യധിഷ്ഠതാം. തസ്മിൻ സ്തനം ദുർജരവീര്യമുൽപ്പണം ഘോരാംഗമാദായ ശിശോർദദാവഥ. ഗാഢം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യ തത് പ്രാണൈഃ സമം രോഷസമന്വിതോ പിബത്. സാമുഞ്ചമുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാഖിലജീവമർമ്മണി. വിവൃത്യ നേത്രേ ചരണൗ ഭുജൗ മുഹുഃ പ്രസ്വിന്നഗാത്രാക്ഷിപതീരുരോധഃ. തസ്യാസ്വനേനാതിഗഭീരരംഹസാ സാദ്രിർമഹീദ്യൗശ്ച ചചാലസഗ്രഹാ. രസാദിശശ്ച പ്രതിനേദിരേ ജനാഃ പേതുഃക്ഷിതൗ വജ്രനിപാതശങ്കയാ. നിശാചരീത്ഥം വ്യഥിതസ്തനാ വ്യസുർവ്യാദായ കേശാംശ്ചരണൗ ഭുജാവപി. പ്രസാര്യ ഗോഷ്ഠേ നിജരൂപമാസ്ഥിതാ വജ്രാഹതോ വൃത്രൈവാപതൻ നൃപ. പതമാനോപി തദ്ദേഹസ്ത്രിഗവ്യൂത്യന്തരദ്രുമാൻ ചൂർണയാമാസ രാജേന്ദ്രമഹദാസീത് തദദ്ഭുതം. ഈശാമാത്രോഗ്രദംഷ്ട്രാസ്യം ഗിരികന്ദരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം. അന്ധകൂപഗഭീരാക്ഷം പുളിനാരോഹഭീഷണം
ബദ്ധസേതുഭുജോർവഘ്രേ ശൂന്യതോയ ഹൃദോദരം സന്തത്ര സുസ്മ തദ്വീക്ഷ്യ ഗോപാ ഗോപ്യഃ കളേബരം പൂർവം തു തന്നിസ്വനിതഭിന്നഹൃത്കർണമസ്തകാ ബാലം ച തസ്യൗരസി ക്രീഡന്തമകുതോ ഭയം ഗോപ്യസ്തൂർണം സമഭ്യേത്യ ജഗൃഹുർജാതസംഭ്രമാ യശോദാരോഹിണീഭ്യാം താഃ സമം ബാലസ്യ സർവദാ രക്ഷാം വിദധിരേ സമ്യഗ് ഗോപുച്ഛഭ്രമണാദിഭിः ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോരജസാർഭകം രക്ഷാം ചക്രുശ്ച ശകൃതാ ദ്വാദശാംഗേഷു നാമഭിः ഗോപ്യഃ സംസ്പൃഷ്ടസലിലാ അംഗേഷു കരയോ പൃഥക് ന്യസ്യാത്മന്യഥ ബാലസ്യ ബീജന്യാസമകുർവത അവ്യാദജോഘ്രിമാണിമാം സ്തവ ജാൻവഥോരു യജ്ഞോച്യുതഃ കടിതടം ജഠരം ഹയാസ്യ ഹൃത്കേശവസ്തു ദുര ഈശ ഇനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരഃ കം ചക്ര്യഗ്രതഃ സഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വത്പാർശ്വയോർധനുരസീ മധുഹാജനശ്ച കോണേഷു ശംഖൗരുകായ ഉപര്യുപേന്ദ്രസ്താക്ഷ്യക്ഷിതൗ ഹലധരഃ പുരുഷः സമന്താത് ഇന്ദ്രിയാണി ഹൃഷീകേശഃ പ്രാണാൻ നാരായണോ വതു ശ്വേതദ്വീപപതിശ്ചിത്തം മനോ യോഗേശ്വരോ വതു വൃഷ്ണിഗർഭസ്തു തേ ബുദ്ധിമാത്മാനം ഭഗവാൻ പരഃ ക്രീഡന്തം പാതു ഗോവിന്ദഃ ശയാനം പാതു മാധവഃ വ്രജന്തമവ്യാദ്വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയഃ പതി ഭുഞ്ജാനം യജ്ഞഭുക് പാതു സർവഗ്രഹഭയങ്കര ഡാകിന്യോ യാതു ധാന്യശ്ച കൂഷ്മാണ്ഡായോർഭഗഗ്രഹാഃ ഭൂതപ്രേതപിശാചാശ്ച യക്ഷരക്ഷോ വിനായകാഃ കോടരാദേവതീ ജ്യേഷ്ഠാ പൂതനാ മാതൃകാദയഃ ഉന്മാദായേ ഹ്യപസ്മാരാദേഹ പ്രാണേന്ദ്രിയദ്രുഹ സ്വപ്നദൃഷ്ടാ മഹോത്പാദാ വൃദ്ധബാലഗ്രഹാശ്ച യേ സർവേ നശ്യന്തു തേ വിഷ്ണോർനാമഗ്രഹണഭീരവ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച ഇതി പ്രണയബദ്ധാഭിർഗോപീഭിഃ കൃതരക്ഷണം പായയിത്വാ സ്തനം മാതാ സംന്യവേശയദാത്മജം താവന്നന്ദാദയോ ഗോപാ മഥുരായ വ്രജം ഗതാഃ വിലോക്യ പൂതനാദേഹം ബഭൂവുരതിവിസ്മിതാഃ നൂനം ബദർഷി സംജാതോ യോഗേശോ വാ സമാസസ സ ഏവ ദൃഷ്ടോ ഹ്യുത്പാദോ യഥാഹാനകദുന്ദുഭിം കളേബരം പരശുഭിശ്ചിത്വാ തത്തേ വ്രജൗകസഃ ദൂരെ ക്ഷിപ്ത്വാവയവശോ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം ദഹ്യമാനസ്യ ദേഹസ്യ ധൂപശ്ചാഗരുസൗരഭഃ ഉത്ഥിതഃ കൃഷ്ണനിർഭുക്തഃ സപദ്യാഹതപാപ്മനഃ പൂതനാലോകപാലഗ്നി രാക്ഷസീരുധിരാശന ജിഘാംസയാപി ഹരയേ സ്തനം ദത്വാപസദ്ഗതിം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കിം പുനഃ ശ്രദ്ധയാ ഭക്ത്യാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമം കിം നോ രക്താസ്തന്മാതരോ യഥാ പദ്ഭ്യാം ഭക്തഹൃദി സ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈ അംഗം യസ്യാ സമാക്രമ്യ ഭഗവാനപിബത്സ്തനം യാതു ധാന്യപി സാ സ്വർഗമവാപജനനീ ഗതിം കൃഷ്ണഭുക്തസ്തനക്ഷീരാഃ കിമു ഗാവോനു മാതരഃ പയാംസി യാസാമപിബദ് പുത്രസ്നേഹസ്നുതാന്യലം ഭഗവാൻ ദേവകീപുത്രഃ കൈവല്യാദ്യഖിലഃ പ്രദഃ താസാമവിരതം കൃഷ്ണേ കുർവതീനാം സുതേക്ഷണം ന പുനഃ കൽപ്പതേ രാജൻ സംസാരോ ജ്ഞാനസംഭവ കടധൂമസ്യ
കടധൂമസ്യ സൗരഭ്യമവഘ്രായ വ്രജൗകസ കിമിദം കുത ഏവേതി വദന്തോ വ്രജമായയോ തേ തത്ര വർണ്ണിതം ഗോപൈഃ പൂതനാഗമനാദികം ശ്രുത്വാ തന്നിധനം സ്വസ്തി ശിശോശ്ചാസൻ സുവിസ്മിതാ നന്ദസ്വപുത്രമാദായ പ്രീത്യാഗതമുദാരഥി മൂർധ്ന്യുപാഘ്രായ പരമാം മുദം ലേഭേ കുരുദ്വഹം യ ഏതത് പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമത്ഭുതം ശൃണുയാത് ശ്രദ്ധയാമർത്യോ ഗോവിന്ദേ ലഭതേ രതിം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഷഷ്ഠോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ സപ്തമോധ്യായഃ. രാജോവാച യേന യേനാവതാരേണ ഭഗവാൻ ഹരിരീശ്വരഃ കരോതി കർണരമ്യാണി മനോജ്ഞാനി ജനഃ പ്രഭോ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീ ഹരേ നമഃ. ഓം ശ്രീ ഹരേ നമഃ. ഓം ശ്രീ ഹരേ നമഃ. നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ ഫലപ്രാപ്തി മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ. എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. ഈ ഒരു പൂതനാമോക്ഷം കഥയെ പാരായണം ചെയ്യുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ പോലും ആ ഭഗവാനിൽ ഉറച്ച ഒരു പ്രേമഭക്തി ഉണ്ടാക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് എന്നുകൂടി ഒരു ഫലപ്രാപ്തി വ്യാസഭഗവാൻ തന്നെ ഈ ഒരു അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞു വച്ചിരിക്കുന്നു. എല്ലാവർക്കും, എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ ഈ പൂതനാമോക്ഷം കഥയെ കേൾക്കാനും വീണ്ടും വീണ്ടും ഇനിയും ധാരാളം കേൾക്കുവാൻ നമുക്ക് അവസരമൊരുക്കി തന്ന ആ ഭഗവാനിൽ അതിയായ ഒരു രതി, ഭഗവാനെ ഗോപസ്ത്രീകളെ പോലെ അവിടുത്തോടൊരു പ്രേമഭാവം, പ്രേമഭക്തി ഉറച്ചു കിട്ടുവാൻ ഈ ഉള്ളവളെ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജനങ്ങളെയും ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ചെയ്ത ഭാഗങ്ങളൊക്കെയും പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി അർച്ചിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.